നമസ്കാരം. ഇന്നിപ്പോഴിലേക്ക് സ്വാഗതം. രുചികരമായ ഭക്ഷണം ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു ആപ്പ്. ഇനി പ്ലെന്റി ആപ്പ് വഴി ഹോട്ടൽ, ബേക്കറി, കഫേ എന്നിവിടങ്ങളിൽ ദിവസാവസാനം വിറ്റുപോകാതെ ശേഷിക്കുന്ന നല്ല നിലവാരത്തിലുള്ള ഭക്ഷണം കുറഞ്ഞ നിരക്കിൽ നമുക്കൊക്കെ ലഭ്യമാകും. 4 സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഈ സംരംഭം ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാത്യൂസ് മാർട്ടിനും ഷൈൻ മുഹമ്മദുമാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. മാത്യൂസ്, ഷൈൻ, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പ്ലെന്റി ആപ്പ് അതിന്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെ പോകുന്നു? ഇപ്പൊ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. നമുക്ക് ആക്ച്വലി റെസ്പോൺസസ് വളരെ നല്ല റെസ്പോൺസ് ആണ്, കൊച്ചിയിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും. പക്ഷെ ഞങ്ങൾ ഇപ്പോ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആക്ച്വലി കൊടുക്കാൻ സാധനമില്ല. അത്രയ്ക്ക് കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ഇപ്പൊ ഈ ആപ്പിലും അത് ന്യൂസ് ചാനൽസും ബാക്കി കാര്യങ്ങളിലും കൂടെ വന്നിട്ട് ഞങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത്രത്തോളം ആൾക്കാരിലേക്ക് കൊടുക്കാനുള്ള ഫുഡും കടകളും ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പൊ അതിനുള്ള പ്രയത്നത്തിലാണ് ഓരോ ദിവസവും. ഈ ഒരു സംരംഭം പൊതുവെ മലയാളികളെ അറിയാം, ഇങ്ങനെ ബാക്കി വരുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഭക്ഷണം വാങ്ങാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, നല്ലതായിരിക്കുമോ, ചീത്തയായിട്ടുണ്ടാവും, അങ്ങനെയുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാവും. അവരുടെ ഇടയിലേക്കാണ് നിങ്ങൾ പ്ലെന്റി ആപ്പ് എന്ന് പറഞ്ഞ ഒരു സംരംഭത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അത് എത്രത്തോളം ശ്രമകരമായിരുന്നു? ഇത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ പുറത്തു പോയി പറഞ്ഞ് നമ്മളിടയിൽ സംസാരിച്ച് പുറത്തു പോയി നമ്മൾ ഇതിനെക്കുറിച്ച് പിച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ആൾക്കാർ നെറ്റ് ചുളിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ആദ്യ ചോദ്യം ഇതാണ്, എന്താണ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ അഷ്യൂർ ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെയാണ്, കാരണം അധികം വരുന്ന ഫുഡാണ്, സർപ്ലസ് ഫുഡാണ് എന്നുള്ളത്. പക്ഷെ നമ്മള് കസ്റ്റമേഴ്സിനോട് തന്നെ ആദ്യം പറയുന്നത്, വെൻഡേഴ്സിനോട് ആദ്യം പറയുന്നത്, വേസ്റ്റ് ആയി പോയി ഫുഡോ അല്ലെങ്കിൽ അധികം വരുന്നോ അല്ല, ഇത് ആക്ച്വലി അൺസോൾഡ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും കാരണം നമുക്ക് പ്രൊഡക്ഷൻ കൂടിപ്പോയി. അത് മിക്ക ദിവസങ്ങളിലും കുറച്ച് ഭാഗം എല്ലാ റെസ്റ്റോറൻറ്റ്സിനും കുറച്ച് അധികം വരും. അവര് വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് വരത്തില്ല, ചിലപ്പോൾ ഡെലിവറീസും ഉണ്ടാവില്ല, കാരണം കട്ടായി പോകും. അപ്പൊ അത് കാരണം കുറച്ച് അധികം വരുന്നത് അവർക്ക് എടുത്ത് കളയുന്നതിനേക്കാളും നമ്മളെ ഒരു കോഴ്സ് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ ഐഡിയ. പിന്നെ അതിന് മുകളില് നമ്മൾ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രോട്ടോകോൾസ് ഉണ്ട്. അത് നമ്മൾ ഈ ഓൺബോർഡ് വെൻഡേഴ്സിന് ഓൺബോർഡ് ചെയ്യുന്നത് മുതൽ കസ്റ്റമേഴ്സ് പിക്ക് ചെയ്ത് അവർ വീട്ടിൽ കൊണ്ടുപോയാൽ പോലും നമ്മളെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. നമ്മൾ അതിന് ബെസ്റ്റ് ബിഫോർ ടൈമിന് മുന്നേ കഴിക്കണം. അങ്ങനെ പല നട്ജസുകളുണ്ട്. അപ്പൊ ഒരു 4 to 5 ലെയേഴ്സ് ഓഫ് ക്വാളിറ്റി അഷ്യൂറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹോട്ടലുകൾ കണ്ടെത്തുക. എല്ലാ ഹോട്ടലിലും ഇങ്ങനെ ഭക്ഷണം ബാക്കി വരണമെന്നില്ല. അപ്പൊ ഈ ഹോട്ടലുകൾ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇപ്പോ ഹോട്ടലുകൾ വളരെ കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞു. ആ ഉള്ള ഹോട്ടലുകൾ എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടെത്തിയത്? ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന ഇതേ ഐഡിയ തന്നെയായിരുന്നു. അതായത് എല്ലാ ഹോട്ടലിലും ബാക്കി വരത്തില്ല. കേരളത്തിൽ നമ്മൾ ഇത്രയും മുന്നോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാരും ഈ വേസ്റ്റും ഇതൊക്കെ നോക്കിയേ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഡിമാൻഡ് ഒക്കെ നോക്കിയിട്ട് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യൂ എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ ഞങ്ങള് ആക്ച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു കൊല്ലം ശരാശരി 70 മില്യൺ ടൺസ് ഫുഡാണ് വേസ്റ്റ് ചെയ്യുന്നത്. 70 മില്യൺ ടൺസ്. അതിന്റെ ഏകദേശം ഒരു 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഹോട്ടൽസും ഈ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ ബാക്കി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പൊ ഈ ഫുഡ് മാത്രം നമ്മളിപ്പോ ഒരു മോണിറ്ററി ടേംസിലോട്ട് ആക്കുകയാണ്, ഏകദേശം 92,000 കോടി രൂപ മൂല്യമുള്ള ഫുഡാണ് നമ്മൾ ഒരു കൊല്ലം ഇന്ത്യയിൽ വേസ്റ്റ് ചെയ്യുന്നത്, അതായത് ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ. അപ്പോ ആക്ച്വൽ റിയാലിറ്റി അതായിരുന്നു. പക്ഷെ അത് ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഞങ്ങളായാലും ആദ്യം പോകുമ്പോൾ എല്ലാവരും പറയും ഫുഡ് വേസ്റ്റ് ആവത്തില്ല, ഫുഡ് വേസ്റ്റ് ആവത്തില്ല. ലാസ്റ്റ് ആദ്യത്തെ കുറച്ചു പേരെ ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ കൺവേർട്ട് ചെയ്തതിന് ശേഷം അവർ ഇട്ടു തുടങ്ങിയതിന് ശേഷം അവർക്ക് തന്നെ മനസ്സിലായി ആക്ച്വലി അവര് ലക്ഷങ്ങളോളം വിലയുള്ള ഫുഡാണ് അവര് മന്ത്ലി വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോ ഞങ്ങളുടെ ഒരു കേസ് പറയാനാണെങ്കിൽ, ട്രിവാൻഡ്രത്ത് തന്നെ നമുക്കൊരു ബേക്കറി ചെയിൻ ഉണ്ട്, മഫിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ഞങ്ങളുടെ ആ പ്ലാറ്റ്ഫോമിൽ കയറിയതിനു ശേഷം വിത്തിൻ 2 months സേവ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 2 to 3 lakh rupees ആണ്. അവരുടെ 5 ഔട്ട്ലെറ്റ്സ് നിന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി മാത്രം അവർ കോസ്റ്റ് റിക്കവർ ചെയ്തത് ഇത്രയും വലിയൊരു എമൗണ്ട് ആണ്. അപ്പോ ആക്ച്വൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂറിലും നമ്മൾ ഏകദേശം ഒരു 50,000 പേർക്കുള്ള ഫുഡാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അത് ഈ ഹോട്ടൽ അല്ല, ഇവന്റ്സും ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കണക്കാണ്. ബട്ട് സ്റ്റിൽ ആക്ച്വൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ തന്നെയാണോ ഈ പ്ലെന്റി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് തുടങ്ങാം, ഇങ്ങനെ ഒരു ആപ്പ് തുടങ്ങാം, ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ഒഴിവാക്കാം, അങ്ങനെ ഒരു ഐഡിയ തന്നെയായിരുന്നു ഇത് തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം?
ഞാൻ ഞാൻ ആക്ച്വലി കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ ഞാൻ അവിടെ മെസ്സിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, ആക്ച്വലി നമുക്ക് ഇത് പാവപ്പെട്ടവർക്കോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിന്റെ സെയിം കോമ്പൗണ്ട് വാളിലായിരുന്നു എയിംസ് നാഗ്പൂർ. അപ്പൊ ഞാൻ ചോദിച്ചു അവിടുത്തെ പേഷ്യൻസിന് നമുക്ക് കൊടുത്തൂടെ, അല്ലെ വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഞങ്ങളുടെ ഓർഡർ ചെയ്തിരിക്കുന്ന എത്ര എക്സ്ട്രാ വന്നാലും അത് ആർക്കും കൊടുക്കരുത്, അത് അത് കൊണ്ട് ഡംപ് ചെയ്ത് കളയണമെന്നുള്ളത്. അവിടെ നിന്നാണ് ആക്ച്വലി ഈ ആശയത്തിന്റെ സാധനം ആക്ച്വലി മനസ്സിൽ ഉദിച്ചത്. അതിനുശേഷം ഇങ്ങനെ സെക്കൻഡറി റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ശരാശരി ഇത്ര ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനു വേണ്ടി ഒരു ഓർഗനൈസ്ഡ് സൊല്യൂഷൻ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇല്ല. അതേസമയം വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ അവിടെ സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു ആപ്പ് ഞങ്ങൾ അവിടെ ആക്ച്വലി നോക്കിയപ്പോൾ ഡിസ്കവർ ചെയ്തു. ഒരു ടു ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ അത് ഏകദേശം ഒരു 19 രാജ്യത്തിലോളം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ. അപ്പോ ഞങ്ങൾ അവരുടെ സിഇഒ ആയിട്ട് ഒരു സെഷനിൽ ഇരുന്നപ്പോ പുള്ളിക്കാരിയോട് ഞാൻ തന്നെ ചോദിച്ചു, ആക്ച്വലി നിങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഇന്ത്യ ഭയങ്കര ഒരു കോംപ്ലക്സ് മാർക്കറ്റാണ്, ഞങ്ങൾക്ക് വലിയ അറിവില്ല ഈ മാർക്കറ്റിനെ പറ്റി. അപ്പോ ഞങ്ങൾ എന്തായാലും ഈ അടുത്തൊന്നും ഞങ്ങൾ ഇന്ത്യയിലോട്ട് വരില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അപ്പൊ അന്നേരമാണ് ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്ക് തന്നെ ഇത് ഇവിടെ നിന്ന് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തുകൂടാ. കാരണം നമുക്ക് ഇത്രയും റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു തോട്ടിൽ നിന്നാണ് ഇതിന്റെ എല്ലാം ഉത്ഭവം. ഇപ്പോ ഇത് തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമേ ഉള്ളൂ. പ്രധാനമായി ഈ 2 ജില്ലകളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ആളുകൾ പുറമേ നിന്ന് ഒരുപാട് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണോ, അതോ ഈ 2 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണോ? അതിന്റെ ഒരു ഐഡിയ എന്തായിരുന്നു? അത് ഒരു പാർഷ്യലി നോക്കിയാൽ അതും ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സിറ്റീസും ആൾക്കാർ പുറത്തുനിന്ന് താമസിക്കുന്ന ട്രിവാൻഡ്രം കൊച്ചിയാണ്. പക്ഷെ അതല്ല ആക്ച്വലി റീസൺ. നമ്മൾ 4 പേരും കോഫൗണ്ടേഴ്സും മുഴുവൻ 4 പേരും ട്രിവാൻഡ്രത്ത് നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം പലയിടത്തുനിന്നും നമുക്ക് കംപ്ലൈൻസും ഇതൊക്കെ വരാം, ആൾക്കാർ നമുക്കൊരു ബാക്ക്ലാഷ് വരാം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഫസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഇത് പലരും നമ്മളോട് പറഞ്ഞു അത് നല്ല ഡിസിഷൻ അല്ല, സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ബാംഗ്ലൂരും അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം കുറച്ചുകൂടെ ബിൽഡപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണം എന്നുള്ളത്. അപ്പൊ ട്രിവാൻഡ്രം കഴിഞ്ഞു. ട്രിവാൻഡ്രം നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് റെസ്പോൺസ് കിട്ടി, നമ്മൾ വിചാരിച്ചതിനേക്കാളും ബെറ്റർ റെസ്പോൺസ് കിട്ടി. അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി 15,000 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ കൊച്ചിയിലോട്ട്, ഒബ്വിയസ്ലി അടുത്ത നമ്മുടെ ഡിഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലോട്ടാണ്. കൊച്ചിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോ തൃശ്ശൂർ കോഴിക്കോട് പൈപ്പ് ലൈനിലാണ്. ബാക്കി തമിഴ്നാട് സൗത്ത് ഇന്ത്യ നമ്മൾ അടുത്തൊരു റഡാറിൽ വെച്ചൊക്കെയാണ്. വിത്തിൻ ദിസ് ഇയർ ഒരു 10 സിറ്റിയിൽ വരെ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഈ പ്ലെന്റി ആപ്പ് തുടങ്ങിയ സമയത്ത് ആളുകളിലേക്കൊക്കെ ഇത് എത്തുന്നതേ ഉണ്ടാവും, ഈ ഒരു ആശയത്തെ പറ്റി ആളുകൾക്കൊന്നും അറിവുണ്ടാവില്ല. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു പബ്ലിസിറ്റി കൊടുത്തത്, ഒരു ആളുകളിലേക്ക് ഇത് എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തുടക്കം ആക്ച്വലി കോമഡി ആയിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കടകൾ വന്നു, കുറച്ച് കടകൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുറച്ച് കടകൾ വന്നു. അവര് ഫുഡ് ഇടാനും തുടങ്ങി ഓൺ എ ഡെയിലി ബേസിസ്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ തുടക്കത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയാണ് ഞങ്ങൾ ആക്ച്വലി സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ഓരോ ദിവസം അവരെ വിളിച്ചു പറയും, എടാ ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഓർഡർ ചെയ്യോ, ഞങ്ങൾ പൈസ അയച്ചു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് പോയി പിക്കപ്പ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു 2 to 3 വീക്സ് ഞങ്ങൾ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെ അടുത്തും പറയാ, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. മാക്സിമം അപ്പൊ ഫ്രണ്ട്സ് ക്ലോസ് സർക്കിളിലായിരുന്നു ആക്ച്വലി. അവരാണ് കൂടുതലും സ്റ്റാർട്ടിങ് സമയത്ത് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇത് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ചെയ്താലേ ആളുകളിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ളത്. അപ്പോ അതിനുശേഷം ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനോട് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ ആക്ച്വലി റീച്ച് ഔട്ട് ചെയ്തു. പുള്ളി ഒരു ചെറിയ വീഡിയോ ആക്ച്വലി പബ്ലിഷ് ചെയ്തായിരുന്നു. അതിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.2 മില്യൺ വ്യൂസ് കിട്ടി. ആ ഒരു വീഡിയോന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു 30,000-40,000 പേര് ആക്ച്വലി ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ നേരെ തിരിച്ചായി പ്രശ്നം. ആക്ച്വലി ആൾക്കാർ കൂടി, പിന്നെ കൊടുക്കാൻ സാധനമില്ല, കടകൾ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ കടകൾ ഓൺബോർഡ് ചെയ്യുന്ന നെറ്റ്വർക്കത്തിലായിരുന്നു. അപ്പൊ ഈ സൈക്കിൾ തന്നെ ഇപ്പൊ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഡിമാൻഡ് കൂടും, ഒരു സൈഡിൽ നിന്ന് സപ്ലൈ കൂടും. അപ്പൊ അതിന് ഇടയിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നല്ല രീതിയിലാണ് എല്ലാവരും ഞങ്ങളിപ്പോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഈ എക്സ്ട്രാ ഫുഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വേസ്റ്റ് ഫുഡാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ച മിച്ചം വെച്ച ഭക്ഷണമാണ്
എന്നൊരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ആളുകളും അതേ സെൻസിൽ തന്നെ എടുത്തു എന്നുള്ളതാണ് ആ ഒരു ആപ്പ് ഇത്രയും ആളുകളിലേക്ക് എത്താനുള്ള ഒരു മേജർ കാരണം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കട കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്, ഹോട്ടൽ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞില്ലേ? ഈ ഹോട്ടലുകൾ സെലക്ട് ചെയ്യുന്നതിലെ ഒരു മാനദണ്ഡം അതെന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ക്വാളിറ്റി അഷുറൻസ് ആണ് നമ്മുടെ ഒരു വൺ ഓഫ് ദി മെയിൻ ക്രൈറ്റീരിയ ഈ ഫസ്റ്റ് ഓൺ ബോർഡ് ചെയ്യുന്നതിന്. നമ്മൾ അവരെ FSSAI ഹിസ്റ്ററി, അവര് മുമ്പ് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, അവരെ ഗൂഗിൾ റിവ്യൂസ്, അവരെ ഗൂഗിൾ റേറ്റിംഗ്സ്, കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ, അവരുടെ ഹെൽത്തും ഹൈജീനും, ഇതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു സ്കോർ ചെയ്യും. പിന്നെ ഈവൻ ആക്സസിബിലിറ്റി, ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമോ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു സ്കോർ കൊടുക്കും. ഈ സ്കോർ മീറ്റ് ചെയ്താലേ അവർക്ക് നമ്മൾ അവരെ ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യത്തുള്ളൂ, എന്നിട്ട് നമ്മൾ അവരെ പോയി കാണത്തുള്ളൂ. അപ്പോൾ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സും വെൻഡേഴ്സിനും മാത്രമേ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ തുടങ്ങി വരുന്നതും അവർ നമ്മളെ ക്വാളിറ്റി അഷുറൻസ് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ ആൾക്കാർ ഓണേഴ്സിനോട് സംസാരിച്ച് നമ്മൾ എടുക്കാറുണ്ട് സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ. ഇനിയിപ്പോ അല്ല മറ്റേ പക്ഷം നമ്മളെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പോയില്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ വാണിംഗ് കൊടുത്ത് മൂന്നാമത്തെ വട്ടം നമ്മൾ എവിക്ട് ചെയ്യാം. അങ്ങനെ ഓൾറെഡി ഹോട്ടലുകളൊക്കെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പോ പിന്നെ ഇപ്പൊ ഈ മാർക്കറ്റിംഗ് വന്ന് നമുക്കിപ്പോ കൂടുതൽ യൂസേഴ്സ്, ആൾക്കാർ കൂടുതൽ എത്തി തുടങ്ങി. ഇപ്പൊ മാത്യൂസ് ഇപ്പൊ സ്വന്തമായിട്ട് റീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് വെൻഡേഴ്സ് ഇപ്പൊ പല സ്റ്റേറ്റിൽ നിന്ന്, ബാംഗ്ലൂർ, മുംബൈ, അങ്ങനെ പലരും നമ്മൾ ഓൺബോർഡ് ചെയ്യാറുണ്ട്, സെൽഫ് ഓൺബോർഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആ മാർക്കറ്റിൽ എത്താത്തതുകൊണ്ട് നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യാറില്ല. പക്ഷെ പലയിടത്തുനിന്നും, ഇന്ത്യയിലെ പലയിടത്തുനിന്നും നമുക്കിപ്പോ വെൻഡേഴ്സ് ഓൺബോർഡ് ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ഫുഡ് എടുക്കാനാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വാങ്ങുന്ന ആൾ നേരിട്ട് പോയി എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് ഹോം ഡെലിവറിയിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടോ ഇപ്പോൾ? ഒരിക്കലും ഇല്ല. ആക്ച്വലി ഞങ്ങൾ ഇതുവരെ തൽക്കാലം ഞങ്ങളുടെ പ്ലാൻസ് ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ കാർബൺ എമിഷൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാർബൺ എമിഷൻസ് കുറച്ചിട്ട് അതേസമയം നമ്മൾ പെട്രോൾ വണ്ടികളിൽ ഇത് കൊണ്ട് ഡെലിവറി ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെയും ഞങ്ങൾ ഡയറക്ട്ലി കാർബൺ എമിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായി മാറും. അപ്പൊ അത് ഞങ്ങളുടെ മിഷന് എതിരാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു 100 റുപ്പീസിന്റെ സാധനം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു 33-34 രൂപ ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. 39 രൂപയിലാണ് കിട്ടുന്നത്. അപ്പോ ഇതിന്റെ മുകളിൽ ഒരു 40 രൂപയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ 1/3 പ്രൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഹോൾ വാല്യൂ പ്രൊപ്പോസിഷൻ തന്നെ ഡൈല്യൂട്ട് ആവും. പിന്നെ ഞങ്ങൾ എല്ലാവരും എടുത്ത ഒരു തീരുമാനം കൂടെ ഉണ്ട്. ആസ് എ ബ്രാൻഡ് ഞങ്ങൾക്ക് ആൾക്കാരെ മടിപിടിച്ച് ഇരുത്തണമെന്നില്ല. അതായത് ഇപ്പോ ഞങ്ങൾ കാരണം ആളുകൾ ഒരു 500 മീറ്റർ നടക്കാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി ആളുകളുമായിട്ട് സംസാരിക്കാനോ സോഷ്യൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ എല്ലാം നമുക്ക് വിരൽത്തുമ്പിലാണ്. എല്ലാം 10 മിനിറ്റിൽ കിട്ടും. ആളുകൾ മടിപിടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. അപ്പോ ഇത്രയും ചെറിയ പൈസയ്ക്ക് ഒരു ഫുഡ് കിട്ടുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ ഒരു ഇൻസെന്റീവും കൂടെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ പ്ലെന്റി ആപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണോ, അതോ രാത്രികളിൽ മാത്രം ഹോട്ടലുകളൊക്കെ അടയ്ക്കാനാകുന്ന ഒരു സമയത്ത് മാത്രം അവൈലബിൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ? നമുക്ക് എപ്പോഴാണെങ്കിലും വെൻഡേഴ്സിന് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. അതിപ്പോ ബേക്കറി സാധനങ്ങളാണെങ്കിൽ നിയർ ടു എക്സ്പയറി, ഇപ്പൊ 1-2 ഒരാഴ്ചയും കൂടി ഉള്ളൂ എങ്കിൽ അവർക്ക് 1-2 ദിവസത്തേക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ആ ദിവസം മുഴുവൻ ലിസ്റ്റ് ചെയ്തേക്കുന്ന വിൻഡോ മുഴുവൻ അത് നമ്മൾ ലൈവായിട്ട് കിടക്കും. ഇപ്പൊ അതല്ല മീൽ ഐറ്റംസ്, ബിരിയാണി അല്ലെങ്കിൽ നമുക്ക് മീൽ ഐറ്റംസ് ആണെങ്കിൽ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ച തീരാറാകുമ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ 1 or 2 അവേഴ്സിന്റെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇടും. അപ്പം ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് യൂസേഴ്സ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 1 to 2 അവേഴ്സും കൂടെ ഇരിക്കും അതിന്റെ ബെസ്റ്റ് ബിഫോർ ടൈം. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് ഇത് എടുത്താലും പിന്നെ കൊണ്ട് ഒരു 2 to 3 അവേഴ്സ് കൊണ്ടുപോയി കഴിക്കാൻ ആ ഒരു ബഫർ വിൻഡോ ഇട്ടിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും മാം ചോദിച്ച ചോദ്യത്തിന് എപ്പോഴും കാണാം. അത് ഡിപ്പെൻസ്, അവരെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് ലിസ്റ്റ് ചെയ്യാം. ഈ പ്ലെന്റി ആപ്പ് ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ കഴിഞ്ഞ് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ അത് എല്ലാവർക്കും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. തീർച്ചയായും നമ്മുടെ കയ്യിൽ ഒന്നും ചെയ്യണ്ട. നമ്മളെ കയ്യിൽ ആപ്പിൽ വളരെ സിമ്പിൾ ആണ്. ആപ്പിൽ കയറുക, നമ്മുടെ കറന്റ് ലൊക്കേഷൻ അടിക്കുക. കറന്റ് ലൊക്കേഷൻ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കടകൾ,
അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്റെ അടുത്തുള്ള ഒരു ബിരിയാണി കട തന്നെ എടുക്കാം. ഇവിടെ ഒരു മാജിക് ഓവൻ എന്ന് പറഞ്ഞ കടവന്ത്രയുള്ള നമ്മുടെ അടുത്തൊരു കട തന്നെ ഉണ്ട്. അപ്പോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്താണ് ഐറ്റം അവൈലബിൾ ആണെന്നുള്ളത് നോക്കുക. അപ്പൊ പൊതുവെ അവർ ഇടുന്നത് പൊറോട്ട, ചിക്കൻ കോംബോസ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെയാണ് രാത്രി ഇടുന്നത്. അപ്പോ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഐറ്റം സെലക്ട് ചെയ്യുക. അതിൽ തന്നെ അവർ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾ 10-ന്റെയും 10:30യുടെ ഇടയ്ക്ക് വന്ന് എടുക്കണം. അങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ഒരു ടൈം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്കുള്ള ഫുഡ് വേണോ, അതോ 2 പേർക്കുള്ളതാണോ, 3 പേർക്കുള്ളതാണോ എന്നുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് റിസർവ് ചെയ്യുക, നമ്മൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ആവും. ഓർഡർ പ്ലേസ് ആയതിനു ശേഷം ഈ നിശ്ചിത ടൈം വിൻഡോയിൽ നമ്മൾ ഈ കടയിൽ പോയതിനു ശേഷം നമുക്കൊരു ഓർഡർ കോഡ് ഉണ്ടാവും. ഈ ഓർഡർ കോഡ് ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് കടക്കാർ നമുക്ക് തരും. അതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ ബ്രാൻഡഡ് സ്റ്റിക്കർ ഉണ്ടാവും. ഇത് എത്ര മണിക്കാണ് പാക്ക് ചെയ്തത്, ഇത് എത്ര മണിക്കുള്ളിൽ കഴിക്കണം, വെജ് ആണോ നോൺ വെജ് ആണോ, അങ്ങനെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. പിന്നെ അതിലൊരു QR കോഡ് കൂടെ ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡിന്റെ ഫുൾ ടൈം ലൈനും കാണാൻ പറ്റും. ഇത് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്തത്, എപ്പോഴാണ് പാക്ക് ചെയ്തത്, എത്ര മണിക്കുള്ളിൽ കഴിക്കണം എന്നുള്ള അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കോഴിക്കോടേക്കും തൃശ്ശൂരേക്കും ഒക്കെ ഈ ആപ്പിനെ വ്യാപിപ്പിക്കാൻ പോകുന്നു, ഈ സംരംഭം വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇതിനെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് വെൻഡേഴ്സിന്റെ സൈഡില് അവർക്ക് കുറച്ചും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കൊടുക്കണം. അവർക്ക് എപ്പോഴാണ് എത്ര ഈ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, എത്ര ഫുഡ് ബേസിക്കലി നമ്മുടെ ഒരു ഫോർകാസ്റ്റിംഗ് മെഷീൻ എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര ഇന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രെൻഡ് അനുസരിച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് വെൻഡേഴ്സിന്റെ സൈഡിലാണ്. കസ്റ്റമേഴ്സിന്റെ സൈഡിൽ കുറെ കൂടെ ബെറ്റർ ഓപ്ഷൻസ് കൊണ്ടുവരണമെന്നാണ്. ഗ്രോസറീസ്, ബാക്കി പാൻട്രീസ് ആണെങ്കിലും പാൻട്രി ഐറ്റംസ്, ഈ ചിപ്സ്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ അങ്ങനത്തെ ഈ നമ്മളിപ്പോ ഈയിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് മാനുഫാക്ചറേഴ്സും സപ്ലയേഴ്സിനൊക്കെ സംസാരിക്കണം. അപ്പൊ അവരില് ഒരുപാട് സർപ്ലസ് ഫുഡ് വരും. അത് റിട്ടേൺ ചെയ്ത് ഈ ഗ്രോസറി സ്റ്റോറുകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് റിട്ടേൺ പോകുന്ന ഫുഡ് ഐറ്റംസ് അവരേല് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതും നമ്മളേല് കൊണ്ടുവന്ന് അത് കസ്റ്റമേഴ്സിൽ ഇതേപോലെ 1/3 പ്രൈസിന് എത്തിക്കണം എന്നുള്ള ഒരു ഫീച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻ ദ ലോങ് ടേം അല്ല, ഒരു 1 to 2 months ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ 4 പേര് കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു കാരണം? മറ്റൊരു ജോലിയിലേക്കൊന്നും പോകാതെ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങണം എന്നുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഒന്ന് വ്യക്തമാക്കിയിരുന്നേ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റിയേനെ ഞങ്ങൾക്ക്. തീർച്ചയായും. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ MBA ആണ് പഠിച്ചത്. IIM നാഗ്പൂരിലാണ് പഠിച്ചത്. അപ്പൊ സെക്കൻഡ് ഇയർ ആക്ച്വലി എനിക്ക് ജോലി കിട്ടിയതിന് നെക്സ്റ്റ് ഡേ തൊട്ടാണ് ഞാൻ ആക്ച്വലി ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ള ഐഡിയ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ആശയത്തിലോട്ട് എത്തുന്നത്. അപ്പോ ഞാൻ ആക്ച്വലി ജോലിക്ക് കയറി 6 months തന്നെ എന്റെ ഫസ്റ്റ് ജോലിയായിരുന്നു. അപ്പൊ അത് രാജിവെച്ചിട്ടാണ് ഇതിലോട്ട് വന്നത്. ഇപ്പൊ ഷൈൻ ആയാൽ പോലും ഷൈൻ ഒരു IIT മദ്രാസ് അലുമിനയാണ്. ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സെക്വോയ ക്യാപിറ്റൽ ബാക്ക് ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഫൗണ്ടിങ് എഞ്ചിനീയർ ആണ്. പിന്നെ വരുന്നത് എന്റെ ബ്രദറാണ്, എന്റെ ഓൺ ബ്രദറാണ്. പുള്ളിയും ഒരു IIM അമൃത്സർ അലുമിനയാണ്. പുള്ളി ഇതുപോലെ 4 കൊല്ലം ആമസോണിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ യൂട്യൂബ് ചാനൽ 4 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് സ്കെയിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ഫൗണ്ടിങ് മെമ്പർ എന്ന് പറയുന്നത് ഭരത്താണ്. പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള റിയാലിറ്റി. പുള്ളിക്ക് അപ്പോൾ ഒരു 5 കൊല്ലം ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിനുള്ള പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഭരത്താണ് ഓപ്പറേഷൻസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് ലഭിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഫുഡിന്, ഇപ്പോൾ ബിരിയാണിക്ക് ഇന്ന് 100 ആണെങ്കിൽ നാളെ അത് 150 ആയിരിക്കും. അങ്ങനെ റേറ്റ് മാറി മാറി വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഓരോ ദിവസവും ബാക്കി വരുന്ന ഫുഡാണ് നമ്മൾ പോയി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റേറ്റിൽ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് ഓരോ ദിവസവും? ഇല്ല, റേറ്റ് എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് റേറ്റ് തന്നെ ആയിരിക്കും. അൺലെസ് അവരെ റോ മെറ്റീരിയൽസിന് വില കൂടിയില്ലെങ്കിൽ, അവരിപ്പം മെനു പ്രൈസിങ് കൂട്ടിയില്ലെങ്കിൽ, അവർ ആക്ച്വൽ മെനു പ്രൈസ് കൂട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രൈസ് ആക്ച്വലി കൂടത്തില്ല. നമ്മളിൽ വരുന്ന പ്രൈസ് എപ്പോഴും അവരെ മെനു പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഇപ്പൊ 150 രൂപയുടെ ഫുഡ് ഐറ്റം ആണ് അവർ ആക്ച്വലി റെസ്റ്റോറന്റിൽ കൊടുക്കുന്നതെങ്കിൽ നമ്മളിൽ വരുന്ന 49, 59 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. അപ്പൊ ഇതിന് വില നിശ്ചയിക്കുന്നത് നിങ്ങളാണോ അതോ ഹോട്ടൽ ഉടമകളാണോ? ഇതിനുള്ള റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്?
അത് വെൻഡേഴ്സ് തന്നെയാണ്. റെസ്റ്റോറൻറ്റ്സ് നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അവര് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ 1/3 പ്രൈസിനാണ് പോകുന്നത്. അപ്പൊ അവർ നമ്മൾ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു എഗ്രിമെന്റിൽ വരും. ഓക്കെ, നിങ്ങൾ ഇത്രയാണ് നിങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൊടുക്കുന്ന ആക്ച്വൽ സെയിൽസ് പോകുന്നത്. അപ്പൊ നമ്മളിൽ 1/3 കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്ന. എന്തെങ്കിലും പ്രൈസിന് ഭാവിയിൽ മാറ്റങ്ങൾ വരുന്നെങ്കിൽ നമ്മളിൽ അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് വരും. അത് ഓവർ ടൈം. അപ്പോൾ പ്ലെൻറ്റി ആപ്പ് വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ജില്ലകളിലേക്കും എത്തട്ടെ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു മറ്റ് ജില്ലകളിലേക്ക് കൂടി എത്തിക്കുന്നു. കേരളത്തിന് പുറത്തേക്ക് കൂടി പ്ലെൻറ്റി ആപ്പിനെ പരിചയപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഇനി? തീർച്ചയായും ഞങ്ങള് ജൂണിൽ ആക്ച്വലി ഞങ്ങളുടെ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യാണ്. ഞങ്ങള് ജൂൺ ആകുമ്പോഴത്തേക്ക് കോയമ്പത്തൂർ ലോഞ്ച് ചെയ്യും. ആൻഡ് വിത്തിൻ 6 months നമ്മൾ ഫുൾ സൗത്ത് ഇന്ത്യ കവർ ചെയ്യണം എന്നുള്ള പ്ലാനാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഇന്ത്യ ഫുൾ എത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൽ നമ്മുടെ ഫുഡ് വേസ്റ്റ് 30 to 40% കുറയ്ക്കണം, ഞങ്ങൾ വഴി കുറയ്ക്കണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷൻ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ എല്ലായിടത്തു നിന്നും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് ഇത് ഓർഡർ ചെയ്തിട്ട് ആളുകൾ പോകുമ്പോൾ ഈ പ്ലെൻറ്റി ആപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഫുഡ് നമുക്ക് തരാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു കൗണ്ടർ ഉണ്ടാവുക, അതോ നമ്മൾ നേരെ റിസപ്ഷനിൽ തന്നെ പോയി ചോദിക്കുന്ന ഒരു സംവിധാനമാണോ ഇപ്പോഴുള്ളത്? റിസപ്ഷനിൽ പോയി ചോദിക്കുന്ന സംവിധാനം തന്നെയാണ്. നമ്മൾ സ്ഥിരം പാർസൽ വാങ്ങിക്കുന്ന അതേ സംവിധാനം തന്നെയാണ്. കാരണം ഇതിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കോഡ് വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ പാർസൽ കൗണ്ടറിൽ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അല്ല ഇതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്യാൻ ചില കടകളിൽ ഇവർക്ക് ഒരു വേറെ ഡെലിവറി പാർട്ട്നേഴ്സിന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്കപ്പ് കൗണ്ടർ ഉണ്ടാവും. ഡിപ്പെൻസ്. അത് കൂടുതൽ കടകളിലും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മുടെ പാർസൽ കൗണ്ടറിൽ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഇതിനൊരു രൂപം വേണമല്ലോ. നമ്മുടെ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും അതുപോലൊക്കെ ഒരു രൂപം വേണമല്ലോ. ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള ഒരു ശ്രമം എങ്ങനെയൊക്കെയായിരുന്നു? അതിന് പിന്നിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? ഇപ്പം മാത്യൂസ് ആണ് അതിന്റെ ഒരു UI/UX ഡിസൈനൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ ഐട്രേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട് ഓവർ ടൈം, നമ്മൾ എല്ലാ ടീംമേറ്റ്സ് എല്ലാവരും കൂടി. പക്ഷെ ആ ഈ കളർ സ്കീം ഇത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് മാത്യൂസിന്റെ ഒരു ഐഡിയ ആണ്. പിന്നെ പല കാര്യങ്ങളും എല്ലാവരും ഇൻപുട്ട് ഈക്വലി ഉണ്ട്. ഭരത്താണ് 4ാമത്തെ ആള്. അപ്പൊ പുള്ളി കൊണ്ടുവന്ന കുറെ ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ സ്മോൾ മീഡിയം ലാർജ് ബാഗ്സ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെ കൊണ്ടുവന്ന അങ്ങനെയാണ്. അപ്പൊ എല്ലാവരെയും ഒന്നിച്ചുള്ളൊരു ഐഡിയ ആണ്. ഓവർ ഐട്രേഷൻ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ആണ്, ഇപ്പം ബാക്കിയുള്ള ഡെലിവറി ഇതുപോലെ അല്ല. നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. നമ്മൾ ഓരോ ബട്ടൺ ആഡ് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഓരോ കളർസ് ചൂസ് ചെയ്യുമ്പോഴും ഓരോ ചെറിയ ചേഞ്ച് വരുമ്പോഴും നമ്മൾ അത് മനസ്സിൽ കണ്ടാണ് ആപ്പ് റീഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ടേക്ക് ദാറ്റ് എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ പ്ലെൻറ്റി ആപ്പിൽ നിന്ന് ഇൻകം ലഭിച്ചു തുടങ്ങി. അതുപോലെ തന്നെ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുകളിൽ നമ്മൾ കയറി സെർച്ച് ചെയ്യുമ്പോൾ, ബിരിയാണി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് താഴെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഈ പ്ലെൻറ്റി ആപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓരോ ഹോട്ടലിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷണമാണ്. അപ്പോൾ ആ ഹോട്ടലുകൾ ആഡ് ചെയ്യുന്ന ഫുഡാണോ നമുക്ക് കിട്ടുക, അതോ നമ്മൾ തന്നെ അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് വരുവാണോ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്? ഹോട്ടലുകൾ ആഡ് ചെയ്യുന്നതാണ്. കാരണം ഇത് എക്സ്ട്രാ വരുന്ന ഫുഡ് ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ പോലെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇതിലെ സർപ്രൈസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കടകൾ ആഡ് ചെയ്യുന്ന ഒരു റാൻഡം ടൈമിലായിരിക്കും. ഇപ്പൊ വൈകുന്നേരം പെട്ടെന്ന് ഒരു കട 50 ബിരിയാണി ഇടും. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,000-15,000 ആൾക്കാർ വന്ന് തന്നെ അത് വിത്തിൻ മിനിറ്റ്സിൽ അത് സോൾഡ് ഔട്ട് ആയി പോകും. അപ്പൊ അതാണിപ്പോ നമ്മൾ കണ്ടുവരുന്ന പ്രവണത. അല്ലാതെ നമ്മൾ ഇപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ബിരിയാണി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം അതെല്ലാം ഹോട്ടലിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളാണ്. അവിടെ ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്ന രീതിയിലാണ് ഞങ്ങൾ പറയുന്നത്. ഒരിക്കലും അവരുടെ റെഗുലർ സെയിൽസ് അഫക്റ്റ് ആവാതെ അവർക്ക് ഈ എക്സ്ട്രാ വരുന്ന ഫുഡിന് ഒരു കോസ്റ്റ് റിക്കവർ ചെയ്ത് കൊടുക്കണം, ഫുഡ് വേസ്റ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഇതുവരെ നമുക്ക് ഏകദേശം 25,000 ഓർഡേഴ്സ് നമ്മൾ ഇതുവരെ പോയി. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 22 ലക്ഷത്തോളം നമ്മൾ സെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് നമുക്ക് നമ്മുടെ റവന്യൂ ആയിട്ട് വരുന്ന ഒരു 4 to 5 lakhs ആണ് നമ്മുടെ റവന്യൂ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതുവരെ ഇപ്പൊ 6 മാസമായി നമ്മളിപ്പോ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് നമ്മുടെ എക്സ്പെൻസസ് ജസ്റ്റ് മീറ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ആക്ച്വലി പ്രോഫിറ്റബിൾ ഒന്നും ആവാൻ പറയാറായിട്ടില്ല. ബേൺ ആണ് ഇപ്പോഴും ആസ് ലൈക്ക് എനി അതർ സ്റ്റാർട്ടപ്പ്.
അപ്പോൾ ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. നിങ്ങളുടെ പ്ലെൻറ്റി ആപ്പ് കേരളവും കടന്ന് വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി മാത്യൂസ് ആൻഡ് ഷൈൻ ന്യൂസ് 18നോടൊപ്പം ഇത്രയും നേരം ചേർന്നതിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.